നമ്മളെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ നെല്ലയ്യപ്പൻ കോവിലിലേക്കാണ്. തമിഴ്നാടിൻ്റെ ദ്രാവിഡിയൻ സംസ്കാരത്തിൻ്റെ തനത് സംസ്കാരമടങ്ങുന്ന തെരുവുകൾ. ഇതാണ് നെല്ലയ്യപ്പൻ കോവിൽ. ശിവപാർവതി സംഗമം ഒരേ രീതിയിലുള്ള കോവിലായി ഇതിനെ കണക്കാക്കുന്നു. നെല്ലയ്യപ്പെരുമാൾ കോവിൽ എന്ന് പൊതുവെ പറയപ്പെടും. നെല്ലയ്യപ്പെരുമാൾ കോവിൽ. ഈ കോവിലിലേക്കുള്ള വഴിയിൽ അതിൻ്റെ നടപ്പാതയിലുള്ള കൊത്തുപണികൾ നമുക്ക് ദൃശ്യമാണ്. ദാരുശില്പങ്ങളിൽ വ്യത്യസ്തമായി അലങ്കൃതമായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം നെല്ലയ്യപ്പൻ കോവിൽ. ശിവപാർവതി സംഗമം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. കാർഷിക വൃത്തി അനുഭവിച്ചു വന്ന ജനത ഒരിക്കൽ വലിയ രീതിയിലുള്ള വരൾച്ച ഉണ്ടാകുകയും പൂർണ്ണമായി കാർഷിക വൃത്തി നശിക്കുകയും ചെയ്തു. രാജാവ് ശിവനെ പ്രാർത്ഥിച്ച് അവിടെ മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി. ആ പ്രാർത്ഥനകളുടെ അടിസ്ഥാനത്തിൽ അതുവരെ കിട്ടുമായിരുന്ന മുഴുവൻ ധാന്യങ്ങളും ഒരു പ്രത്യേക സ്ഥലത്ത് ശേഖരിച്ചു. ആ ധാന്യം ഇട്ട സ്ഥലത്തു മാത്രം, നെല്ലുകളിട്ട സ്ഥലത്തു മാത്രം മഴ പെയ്തില്ല. അവിടെ ഭഗവാന്റെ ചൈതന്യമുണ്ടായി. അതാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം. ശിവപാർവതി സങ്കല്പം വളരെ പ്രസിദ്ധമാണ്. കൊത്തുപണികളിൽ അലങ്കൃതമായിട്ടുള്ള ക്ഷേത്രത്തിലെ കൽത്തൂണുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നന്ദിയുടെ രൂപം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നന്ദി. ഇതാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ നെല്ലിയപ്പാർ കോവിൽ. നെല്ലിയപ്പാർ കോവിൽ. നെല്ലിയപ്പാർ കോവിൽ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത ക്ഷേത്രം.